നമസ്കാരം. അപ്പോൾ നമ്മുടെ മാജിക്കൽ മണി യാത്രയിലെ 4-ാം ദിവസത്തെ സെഷനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ പോഡ്കാസ്റ്റിൽ നല്ല 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 റെസ്പോൺസ് ആണ് എല്ലാ ഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അതിലേറെ സന്തോഷമുണ്ട്. കാരണം നമ്മൾ മണിയെപ്പറ്റി പറയാൻ നിൽക്കുമ്പോൾ ഏറ്റവും ഇഷ്ടത്തോടെ സന്തോഷത്തോടുകൂടി ആൾക്കാർ അത് സ്വീകരിക്കുന്നു, അതിൽ മാറ്റപ്പെടുത്താൻ അവർ തയ്യാറാവുന്നു എന്ന് കാണുമ്പോൾ ഓരോ ആൾക്കാരും താഴെ കമന്റുകൾ കണ്ടാൽ അറിയാം, മാജിക്കൽ ജാറും മറ്റുമൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത്ഭുതകരമായ മാറ്റം നമുക്കതിനകത്ത് സംഭവിച്ചിരിക്കുന്നു എന്ന് പറയുന്നവരാണ്. അപ്പോൾ നമുക്കത് അനുഗ്രഹങ്ങളെ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ രസമുള്ള അവസ്ഥയാക്കി മാറ്റി ഒരു 30 ദിവസത്തെ യാത്ര അല്ലെ, മാജിക്കൽ മണി യുവർ 30 days അബൻഡൻസ് ജേണിയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഇതുവരെ 3 ദിവസങ്ങളായി പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടാവുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് 4-ാമത്തെ ദിവസത്തെ കാര്യം, അതായത് നിങ്ങളുടെ മണിയുടെ അനുഗ്രഹങ്ങളെ രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. ട്രാക്ക് യുവർ ബ്ലെസ്സിങ് എന്നുള്ളതാണ്. നമ്മുടെ എന്താ പറയാ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കൃതജ്ഞതയും മറ്റും ധ്യാനങ്ങളും പണം ഒഴുകുന്നത് ശ്രദ്ധിക്കുകയും പണത്തിന് നന്ദി നൽകുകയും ഒക്കെ ചെയ്തു. അത് ചെയ്തു കഴിഞ്ഞപ്പോൾ നമുക്കൊരു മനസ്സിന്റെ ഒരു മാറ്റം ഉണ്ടായില്ലേ? ഒരു ചെറിയൊരു മാറ്റം നമ്മുടെ മനസ്സിലുണ്ടായില്ലേ? ഇതുവരെ ഇല്ലാത്തതിന് പോലെ മാറ്റം ഉണ്ടായോ ഇല്ലയോ ഒന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്ത് നിങ്ങൾ. യെസ്, എനിക്ക് ചേഞ്ച്, ഐ ഹാവ് ചേഞ്ച്, അല്ലെങ്കിൽ എനിക്ക് ചേഞ്ച് ഉണ്ടായി, എനിക്കൊരു സമൃദ്ധി ഫീൽ ചെയ്യാൻ തുടങ്ങി. എത്ര പേർക്ക് അത് ചെയ്തു ഒന്നൊന്ന് നോക്കിയ താഴെ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം ഇപ്പൊ തന്നെ. അപ്പോൾ നമ്മൾ സ്ഥിരമായി പറയാറുണ്ട്, നമ്മൾ വെൽത്തിനെ പറ്റി സംസാരിക്കുമ്പോൾ, നമ്മൾ അബൻഡൻസ് സംസാരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കണം. അപ്പോൾ താഴെ നിങ്ങൾ അതുപോലെ തന്നെ താങ്ക് യു സാർ, അല്ലെങ്കിൽ താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു ഫോർ ഗെറ്റിംഗ്, അങ്ങനെ നന്ദി പറഞ്ഞു, താങ്ക് യു ഫോർ മൈ മണി എന്ന് നന്ദി കൂടി താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഇത് പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക, ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. ഈ അബൻഡൻസ് നമ്മുടെ പോഡ്കാസ്റ്റ് നിങ്ങൾക്ക് എല്ലാ ദിവസവും വൈകുന്നേരമാണ് വരുന്നത്. ആ വൈകുന്നേരത്തേക്ക് കാത്തിരിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലൈവ് സെഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അതിലൊക്കെ വരിക, പങ്കെടുക്കുക, ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഇതിനകം ഒഴുകിയെത്തുന്ന, പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന പണത്തെക്കുറിച്ച് നിങ്ങളുടെ ശ്രദ്ധ കൂട്ടാനാണ് ഞാൻ ഇന്നത്തെ ഈ ദിവസം ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ ജോലി ഒരു പണത്തെ കണ്ടെത്താനുള്ള ഒരു കുറ്റാന്വേഷകനാക്കുക നിങ്ങളെ എന്നുള്ളതാണ്. അത്രയും മനസ്സിലായില്ല അല്ലെ? അതായത് നമ്മൾ സാധാരണയായിട്ട് ശമ്പളം കിട്ടുമ്പോഴോ അല്ലെങ്കിൽ വലിയ പേയ്മെന്റ് കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ വലിയ പണത്തിന്റെ വരവുകൾ വരുമ്പോഴും ഒക്കെ ആയിരിക്കും നമ്മൾ പൊതുവെ അതൊന്ന് ശ്രദ്ധിക്കുക. ചെറിയ ചെറിയ പേയ്മെന്റുകളൊന്നും നമ്മൾ വലിയ ശ്രദ്ധ കൊടുക്കാറില്ല എന്നത് സത്യമല്ലേ? ആം ഐ റൈറ്റ് ഓർ റോങ്? താഴെ ഒന്ന് കമന്റ് ചെയ്തേ. നിങ്ങൾ വലിയ വലിയ പേയ്മെന്റ് കൊടുക്കുമെന്ന് ശ്രദ്ധിക്കും, ചെറിയ ചെറിയ 10 രൂപ ചായ കുടിക്കലോ അല്ലെങ്കിൽ മറ്റൊന്നാക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ ആ കാശ് എന്നുള്ളതാണ് എന്റെ ചോദ്യം. യെസ് ഓർ നോ എന്ന് പറഞ്ഞേക്കാം, താഴെ ഒന്ന് കമന്റ് ചെയ്ത് നോക്കൂ. അപ്പോൾ നമ്മൾ ഒരു ദിവസം മുഴുവൻ നടത്തുന്ന ചെറുതും വലുതുമായ പണ ഇടപാടുകളെ, പണം നമുക്ക് പോകുന്ന പോക്കുവരവുകളെ ഒന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങിയാൽ നമുക്കുണ്ടാവുന്ന ഒരു മാറ്റം ഒന്ന് ആലോചിച്ച് നോക്കേ. വരവുണ്ടോ എന്ന് ചോദിച്ചാൽ എന്തായാലും വരവ് എല്ലാവർക്കും ഉണ്ടാവും, അതിന് യാതൊരു തർക്കവും ഇല്ല. സാറേ ഒരു വരവും ഇല്ല എന്ന് ആരും വന്ന് പറഞ്ഞേക്കരുത്, അതൊന്നും വിശ്വാസമുള്ള കാര്യമൊന്നുമല്ല. ശമ്പളം മാത്രമല്ല, അതിന്റെ ഇടയിലൊക്കെ നമുക്ക് വ്യത്യസ്തമായ കാര്യങ്ങൾ ഉണ്ടാവും. അപ്പോ ഒന്നാമത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ അനുഗ്രഹങ്ങളെ രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. അതിനർത്ഥം എത്ര ചെറുതാണെങ്കിലും പണം അല്ലെങ്കിൽ പണം ലഭിക്കാൻ സഹായിക്കുന്ന എന്തെങ്കിലും ആവട്ടെ, അതെല്ലാം നിങ്ങളുടെ കൈവശം വരുന്ന ഓരോ നിമിഷവും ബോധപൂർവം രേഖപ്പെടുത്തി വെക്കുക. ഇത് നിങ്ങളുടെ ബഡ്ജറ്റ് കണക്കാക്കുന്നതിനെ കുറിച്ചൊന്നുമല്ല, അങ്ങനെ ഒന്നും ചിന്തിക്കണം. ഇത് കൂട്ടിയിട്ട് നിങ്ങൾ ഒന്നും ആക്കാൻ എഴുതി വെക്കുക, കൂട്ടാനൊന്നും നിൽക്കണ്ട. ലാസ്റ്റ് ഇപ്പൊ ബഡ്ജറ്റ് കൂടി, ചെലവ് കൂടി, നിങ്ങൾക്ക് ടെൻഷൻ വരും സാറേ എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ വേറെ രീതിയിൽ ഞാൻ പറയാൻ മറുപടി, ഇപ്പോഴല്ല. നിങ്ങൾ അതൊന്നും ചെയ്യണം, വെറുതെ എഴുതി വെക്കുക. അപ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ അതിലൂടെ സമൃദ്ധി പ്രകടമാക്കുന്ന സൂക്ഷ്മമായ വഴികളെ തിരിച്ചറിയാൻ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിന് പറ്റുമെന്നുള്ളതാണ്.
അപ്പൊ ആ കാഴ്ചപ്പാട്, നമ്മുടെ കാഴ്ചപ്പാട് മാറ്റുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഓരോ ഡിസ്കൗണ്ടും, കണ്ടെത്തുന്ന ഓരോ നാണയവും, ഓരോ അപ്രതീക്ഷിതമായി ലഭിക്കുന്ന സമ്മാനവും ഒക്കെ നിങ്ങളുടെ സമൃദ്ധിയുടെ അടയാളമായി മാറും എന്നുള്ളതാണ്. എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്ന് ലളിതമായി പറയാം. നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ഒരു ചെറിയ നോട്ട് ബുക്കും പേനും, അല്ലെങ്കിൽ മൊബൈലിൽ നോട്ട് പാഡ് ഓപ്പൺ ആക്കുക. നിങ്ങൾക്ക് ഒരു എത്ര കാശ് വരെയൊക്കെ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് ഓരോ കാര്യവും കൃത്യമായി രേഖപ്പെടുത്തി വെക്കുക എന്ന് മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. അപ്പൊ അപ്രതീക്ഷിതമായി കിട്ടുന്ന സമ്മാനമാകാം, അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി കിട്ടിയ ഡിസ്കൗണ്ട് ആവാം, അല്ലെങ്കിൽ റീഫണ്ടുകളായിട്ട് കിട്ടുന്നതാവാം, അല്ലെങ്കിൽ നറുക്കെടുപ്പിൽ കിട്ടിയ സമ്മാനമാകാം, അല്ലെങ്കിൽ ചെറിയ ചെറിയ നേട്ടങ്ങളാവാം, അല്ലെങ്കിൽ ആരെങ്കിലും 10 രൂപ പോക്കറ്റ് മണി തന്നതാവാം, അങ്ങനെ 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 എന്തുമാവാം. ഇത് ഓരോ കാര്യവും രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. അത് ചുരുക്കി ചെറുതായിട്ട് രേഖപ്പെടുത്തി, എനിക്കിന്ന് 10 രൂപ കിട്ടി, എന്താണ് ഇതൊന്നും എഴുതേണ്ട ആവശ്യമില്ല, സമയം ഇതാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് എന്താണ് ഇതിൽ ചെയ്യുന്നതെന്നും കൂടി 4 കാര്യങ്ങളും കൂടി പറഞ്ഞു. ഇതിലൂടെ എന്താണ് നിങ്ങൾക്ക് സംഭവിക്കുന്നത്? ഒന്നാമതായി, ഇത് എന്തുകൊണ്ട് ചെയ്യണം, ഇത് എങ്ങനെയാണ് ഫലപ്രദമാകുന്നതെന്ന് മനസ്സിലാക്കാൻ ഒന്ന്, നമ്മുടെ ശ്രദ്ധ ഇതിലേക്ക് വരും, അല്ലെ? പൈസ വരുന്നതിനെ പറ്റിയിട്ടുള്ള ശ്രദ്ധ നമുക്ക് വരും. പണം ഇപ്പോ വിരളമല്ലേ നമ്മളെ സംബന്ധിച്ച്, അല്ലെ? പണം എനിക്ക് ലഭിക്കുന്നതേ ഇല്ല എന്നതിൽ നിന്ന് മാറി പണം എനിക്ക് ലഭിക്കുന്നു എന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തും. ഇത് ഒന്നാമത്തെ കാര്യം. അപ്പൊ പണത്തിന് പ്രയാസമൊന്നുമില്ല, ആവശ്യ സമയത്ത് നമ്മളിൽ എത്തും എന്നുള്ള അതിന്റെ നിരന്തരമായ സാന്നിധ്യവും ഒഴുക്കും നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, അവബോധം നമുക്ക് വർദ്ധിക്കും. അതായത് സാമ്പത്തികമായി നിങ്ങളെ പിന്തുണക്കുന്ന സൂക്ഷ്മമായ വഴികളെ കുറിച്ച് നിങ്ങൾ കൂടുതൽ ബോധവാനാകും. അത് കൂടുതൽ ആഴത്തിലുള്ള വിശ്വാസവും സുരക്ഷിതത്വവും വളർത്തുന്നു എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, നമുക്ക് വിശ്വാസം ശക്തിപ്പെടും എന്നുള്ളതാണ്. രേഖപ്പെടുത്തിയ ഓരോ അനുഗ്രഹവും പണം നിങ്ങളിലേക്ക് ഒഴുകിയെത്തുന്ന എന്നതിനുള്ള ഭൗതികമായ തെളിവായി മാറുകയും നിങ്ങൾ അതിനെ വിശ്വാസപൂർവം, അല്ലെങ്കിൽ നിങ്ങൾ അതിനെ സമൃദ്ധിയിലേക്കുള്ള ഒരു വിശ്വാസത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. ഒറ്റ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഈ സെഷൻസ് ഇവിടെ അവസാനിപ്പിക്കാം. നിങ്ങളുടെ സാമ്പത്തികമായുള്ള അനുഗ്രഹത്തെക്കുറിച്ച് ഒരു സൂക്ഷ്മ നിരീക്ഷകനാകാൻ നിങ്ങൾക്ക് സാധിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പൊ മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കാത്ത പല വഴികളിലൂടെയും എത്രമാത്രം പണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു, ഒഴുകിയെത്തുന്നു എന്നൊന്ന് ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾ അത്ഭുതപരമായ അത്ഭുതം തന്നെ സംഭവിക്കുമെന്നുള്ള. അപ്പോ ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത്, ഇന്ന് നിങ്ങൾ ഇത് നിങ്ങൾ രേഖപ്പെടുത്തണം. ഇന്ന് തന്നെ തുടങ്ങുക. രേഖപ്പെടുത്തുമ്പോൾ നിങ്ങൾ കണ്ടെത്തിയ ഏറ്റവും അപ്രതീക്ഷിതമായ പണാനുഗ്രഹം എന്ന് പറയുന്ന സംഭവം എന്തായിരുന്നു എന്നൊന്ന് താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ അനുഭവങ്ങൾ എല്ലാ സമയത്തും എന്തായാലും തുടർ ദിവസങ്ങൾ പങ്കുവെക്കണം. അത് നമുക്ക് മറ്റുള്ളവർക്കും കൂടി നൽകുന്ന വലിയൊരു അനുഗ്രഹമായി മാറട്ടെ എന്ന് മാത്രം വെച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. താങ്ക് യു വെരി മച്ച്. ദിനേശ് മുഹമ്മദ് സൈനിങ് ഓഫ്. ലവ് യു ആൾ. താങ്ക് യു.